കർക്കിടകക്കൂറിൽ ജനിച്ചവരുടെ 1201 ആണ്ട് ചിങ്ങമാസത്തെ ജ്യോതിഷഫലങ്ങളാണ് ഞാനിവിടെ പ്രവചിക്കുന്നത്. അതായത് 17/8/2025 മുതൽ 16/9/2025 വരെയുള്ള ഒരു മാസക്കാലത്തെ പ്രവചനങ്ങളാണ്. പുണർദം നക്ഷത്രത്തിൻ്റെ അവസാന കാൽഭാഗവും പൂയ നക്ഷത്രവും ആയില്യം നക്ഷത്രവും ചേർന്നതാണ് കർക്കിടകക്കൂറ്. ഈശ്വരനോട് അടുക്കുവാൻ പറ്റിയ സമയമാണിത്. കൂടുതൽ പ്രാർത്ഥിക്കാനും ഒക്കെ ചെയ്യാനുള്ളൊരു പൂജ നടത്താനൊക്കെ ഉള്ളൊരു വളരെ അവസരമാണ്. കാരണം ചിങ്ങമാസം കർക്കിടക്കൂറുകാർക്ക് ഗുണഫലങ്ങൾ വളരെ കുറവായിട്ടാണ് കാണുന്നത്. കുറച്ച് ധനലാഭം പ്രതീക്ഷിക്കാം. സയൻസ് മറ്റു ശാസ്ത്രശാഖകളിൽ പഠനം നടത്തുന്നവർക്കും ഗവേഷണം നടത്തുന്നവർക്കും അവരുടെ കഠിനാധ്വാനത്തിന് പ്രതിഫലം ലഭിച്ചേക്കാം. അതുപോലെ വൈദ്യശാഖയിൽ പ്രവർത്തിക്കുന്നവർക്ക് വൈദ്യശാസ്ത്രത്തിൻ്റെ ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കായിരുന്നാലും അവർക്ക് നല്ല രീതിയിലുള്ള ഉയർന്ന വരുമാനം പ്രതീക്ഷിക്കാം. കാർഷിക മേഖലയിൽ ഉപജീവനം നടത്തുന്നവർക്കും അവർക്കും സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം. മാംസ വ്യാപാര രംഗത്തുള്ളവർക്കും കച്ചവടത്തിൽ ലാഭങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. അകാരണമായ ഭയം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ബന്ധുജനങ്ങളോട് കലഹം ഉണ്ടാകരുത്, അവരോട് വഴക്കിടരുത്. കാരണം വാക്ക് ദോഷം കാണുന്നു. അതുകൊണ്ട് വായിൽ നിന്ന് എന്തെങ്കിലും വിട്ടുപോയാൽ തിരിച്ചെടുക്കാൻ സാധിക്കില്ല. ലോൺ എടുത്തിട്ട് തവണകൾ മുടക്കം വന്നാൽ റിക്കവറി നടപടികൾ ഉണ്ടാവാനുള്ള സാധ്യത കാണുന്നു. അതുപോലെ തന്നെ ആവശ്യമില്ലാതെ അലച്ചിൽ നടത്തരുത്. അത് വളരെയധികം നമുക്ക് സാധിക്കും എന്നുള്ളൊരു കാര്യത്തിന് ഉത്തമ ബോധ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഇറങ്ങിത്തിരിക്കാവൂ. ചതിവുകൾ പറ്റാതെ വളരെയധികം ശ്രദ്ധിക്കണം. ദശാസന്ധികളും അപകാര ദശകളും കൂടി പരിശോധിച്ചാൽ മാത്രമേ കൃത്യമായ ഫലങ്ങൾ പറയുവാൻ സാധിക്കൂ. നല്ല ഗ്രഹങ്ങളുടെ ദശകളോ അപകാര ദശയോ നടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ കുടുംബത്തിൽ എല്ലാവർക്കും നല്ലത് ലഭിച്ചേക്കാം. അതുപോലെ തന്നെ മോശഗ്രഹങ്ങളുടെ ദശാസന്ധിയോ അപകാര ദശകളോ ഗ്രഹപ്പകർച്ചയാണ് നടക്കണമെങ്കിൽ അത് വളരെയധികം മോശഫലങ്ങൾ ലഭിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഒരു ജ്യോതിഷനെ കണ്ട് ജാതക പരിശോധന നടത്തുന്നത് വളരെ നല്ലതായിരിക്കും. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ക്ഷേത്ര ദർശനം നടത്തി നവഗ്രഹ അർച്ചനകളോ പൂജയോ ഹോമങ്ങളോ കഴിയുന്ന രീതിയിൽ നടത്തുന്നത് വളരെ നല്ലതായിരിക്കും. ജ്യോതിഷപരമായോ പൂജാപരമായോ വാസ്തുപരമായോ മുഹൂർത്തപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് എന്നെ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങൾക്ക് ഈ മലയാള പുതുവത്സരത്തിൽ എല്ലാ ആശംസകളും നേരുന്നു. കൂടാതെ തിരുവോണ ആശംസകളും ഞാൻ നേരുന്നു. ഭഗവാൻ നിങ്ങൾക്ക് സർവ്വവിധ സുഖ സമ്പൽ സമൃദ്ധി ദീർഘായുസ് ആയുസ് ആരോഗ്യ സൗഭാഗ്യങ്ങൾ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.